ഗുഡ് ഈവനിങ് ഡിയർ സ്റ്റുഡൻസ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും പഠിക്കുന്നൊക്കെ ഉണ്ടോ? നമുക്ക് എക്സാമൊക്കെ അടുത്ത് വരികയാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കണം. ആദ്യം മുതലേ ഒന്നാമത്തെ ചാപ്റ്റർ മുതലേ നല്ല രീതിയിലൊന്ന് റിവൈസ് ചെയ്ത് പോകണം. അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 28ാമത്തെ പാഠഭാഗമാണ്, അനലൈസിങ് ടേൺസ് ഇൻ ടെലിഫോണിങ്. നമ്മൾ കഴിഞ്ഞ ദിവസം ടെലിഫോൺ യൂസ് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ പഠിച്ചായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്തും അതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്, എങ്ങനെയാണ് ടെലിഫോൺ യൂസ് ചെയ്യുന്നതിനെക്കുറിച്ച്. How can you offer help while speaking through telephone? While speaking through a telephone, you can offer help by saying, "Can I help you? May I help you? What can I do for you? Who shall I call on the line? Is there any particular person you want to speak to?" ഈ പാഠഭാഗത്തും എങ്ങനെയാണ് നമ്മൾ ഒരു ഫോൺ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു കോൾ വരുമ്പോൾ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന കസ്റ്റമറോട് എങ്ങനെയാണ് കാര്യങ്ങൾ പറയുന്നതിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു കോൾ വരുമ്പോൾ എങ്ങനെയാണ് അതിനെ കോൾ എടുത്തിട്ട് സംസാരിക്കേണ്ടത്. ക്യാൻ ഐ ഹെൽപ്പ് യു, എന്ത് സഹായമാണ് ഞാൻ ചെയ്യേണ്ടത്, അങ്ങനത്തെ കുറേ ചോദ്യങ്ങളാണ് ഇതിൻ്റെ അത് കൊടുത്തിരിക്കുന്നത്. ക്യാൻ ഐ ഹെൽപ്പ് യു, മേ ഐ ഹെൽപ്പ് യു, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു, ഹൂ ഷാൽ ഐ കോൾ ഓൺ ദി ലൈൻ, ഇസ് ദർ എനി പർട്ടിക്കുലർ പേഴ്സൺ യു വാണ്ട് ടു സ്പീക്ക് ടു. അങ്ങനെ നമ്മൾ ഒരു കോൾ അറ്റൻഡ് ചെയ്യുമ്പം നമ്മൾ അങ്ങോട്ട് ചോദിക്കേണ്ട കാര്യങ്ങളാണ്. അതായത് ഒരു റെസ്പെക്റ്റ്, കുറച്ച് ബഹുമാനത്തോടെ അല്ലെങ്കിൽ ഒരു സർവീസിലൂടെയാണ് നമ്മൾ കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്താണ് നമ്മൾ സംസാരിക്കേണ്ടത്. അപ്പോൾ ഈ രീതിയിലാണ് ഒരു കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ സംസാരിക്കേണ്ടത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഹൗ എ റിസപ്ഷനിസ്റ്റ് ടേക്സ് ഡൗൺ എ മെസ്സേജ്. ദ റിസപ്ഷനിസ്റ്റ് ടേക്ക് ഡൗൺസ് എ മെസ്സേജ് ബൈ ആസ്കിങ്, വിൽ യു ലീവ് എ മെസ്സേജ് ബിഹൈൻഡ്, മേ ടേക്ക് എ മെസ്സേജ് പ്ലീസ്, വുഡ് യു ലൈക്ക് ടു ടോക്ക് ടു സമ്മൺ എൽസ് ഇൻ ദി ഡിപ്പാർട്ട്മെൻറ്റ്, വുഡ് യു കെയർ ടു ലീവ് എ മെസ്സേജ്. അപ്പം ഒരു റിസപ്ഷനിസ്റ്റായിട്ട് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ എന്തെങ്കിലും മെസ്സേജോ കാര്യങ്ങളോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എന്തെങ്കിലും അറിയിപ്പോ കാര്യങ്ങളൊക്കെ എഴുതാൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ രീതിയിൽ ആവശ്യപ്പെടാൻ ഉണ്ടെങ്കിൽ ആ രീതിയിൽ നമ്മൾ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് ഈ ചോദിച്ചിരിക്കുന്നത്. ഇനിയാണ് അടുത്ത ചോദ്യം, ഹൗ ക്യാൻ എ റിസപ്ഷനിസ്റ്റ് ഒബ്റ്റെയിൻ കോളേഴ്സ് നെയിം. എങ്ങനെയാണ് റിസപ്ഷനിസ്റ്റ് അല്ലെങ്കിൽ എങ്ങനെയാണ് ആ വിളിക്കുന്ന ആളുടെ പേര് നമ്മൾ ചോദിക്കേണ്ടത്. അപ്പോൾ ആ രീതിയിൽ എങ്ങനെയാണ് ആ രീതിയിൽ ചോദിക്കേണ്ടത് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. മേ ഐ നോ ഹൂ ഈസ് കോളിംഗ്. ഞാൻ ആരാണ് വിളിക്കുന്നതെന്ന് അറിഞ്ഞോട്ടെ. മേ ഹാവ് യുവർ നെയിം പ്ലീസ്. താങ്കളുടെ പേര് പറയാമോ. മേ ആസ്ക് ഹൂ ഈസ് കോളിംഗ്. ഹൂ ഷാൽ ഐ സേ ഈസ് കോളിംഗ് സർ. ഫ്രം വെയർ ആർ യു സ്പീക്കിംഗ് സർ. അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഒരു കസ്റ്റമറെ അറ്റൻഡ് ചെയ്യുമ്പം അദ്ദേഹത്തിൻ്റെ പേര് ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചോദ്യം. ഇനി അടുത്തായിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് സ്റ്റെപ്സ് എ റിസപ്ഷനിസ്റ്റ് ഫോളോ വെൻ ഹി ഓർ ഷീ റിസീവ്സ് എ കോൾ. ഒരു റിസപ്ഷനിസ്റ്റ് എങ്ങനെയാണ് ഒരു കോൾ വരുമ്പോൾ എങ്ങനെയാണ് കൈകാര്യങ്ങൾ ചെയ്യേണ്ടത്, അപ്പോൾ അതിന് വേണ്ടിയുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന്. ഗ്രീറ്റ്സ് ആൻഡ് ഗീവ്സ് ഐഡൻറ്റിറ്റി. നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ തന്നെ ഒരു ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഒരു ഏത് സമയത്താണോ ആ ഒരു രീതിയിലൊരു അവരെ കസ്റ്റമേഴ്സിനെ വാം ചെയ്തുകൊണ്ടുള്ള ഒരു ഗുഡ് മോർണിംഗ്, ഒരു വിഷസ്, ഒരു ആശംസകൾ. ഓഫേഴ്സ് ഹെൽപ്പ്, നമ്മൾ അങ്ങോട്ട് ചോദിക്കണം എന്ത് ഹെൽപ്പാണ് ചെയ്യേണ്ടത്. ഒബ്റ്റെയിൻ കോളേഴ്സ് നെയിം, വിളിക്കുന്ന ആളുടെ പേര് നമ്മൾ അറിയാൻ ശ്രമിക്കണം. അക്നോളജസ് കോൾ, മെസ്സേജസ് ആൻഡ് ഈസ് ഇഫ് വില്ലിംഗ് ടു റിസീവ്, അപ്പോളജൈസ് ടു ദി കോളർ, ടേക്ക് ഡൗൺ എ മെസ്സേജ്, കണക്ട് ദ പാർട്ടീസ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഒരു ഫോൺ അറ്റൻഡ് ചെയ്യുമ്പം ഒരു റിസപ്ഷനിസ്റ്റ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാഠഭാഗത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ചെറിയൊരു പാഠഭാഗമാണ്. ഇനിയുള്ള കുറേ പാഠഭാഗങ്ങൾ ഇങ്ങനെ കുറേ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു. ചെറിയ പാഠങ്ങളാണ്, വലിയ സംഭവമായിട്ടൊന്നും ഇല്ല. നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ. നമ്മളെല്ലാവരും ഫോൺ യൂസ് ചെയ്യുന്ന ആളുകളാണ്. അപ്പം നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ സംസാരിക്കുന്ന രീതികൾ, ആൾക്കാരുമായിട്ട് ഗ്രീറ്റ് ചെയ്യുന്ന രീതികളൊക്കെയാണ് നമ്മളതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.